മക്കളെ. ഓക്കെ, അപ്പം ഞാൻ എന്താ വലിയൊരു കാര്യം നിങ്ങളോട് പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളെ +2 മക്കൾ ഇംപ്രൂവ്മെന്റ് എക്സാമിൽ ബിസിയാണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഇംപ്രൂവ്മെന്റ് എക്സാം വന്നതോടുകൂടി പല ആൾക്കാരും നിങ്ങളെ +2 ചാപ്റ്റർ +2 സിലബസിൽ നിന്നും ഇങ്ങനെ വിട്ടു വന്നിരിക്കുകയാണ്. അതായത് ഒരു ബന്ധവും ഇല്ലാത്തൊരു രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. കാരണം നിങ്ങളെ മനസ്സിലുള്ളൊരു ചിന്ത എനിക്ക് മനസ്സിലാകും. ഞങ്ങൾ +2 സ്റ്റാർട്ട് ചെയ്ത പാട് തന്നെ ഞങ്ങൾ ഓണപരീക്ഷ എഴുതി, ഓണപരീക്ഷ കഴിഞ്ഞ പാടിതാ ഇംപ്രൂവ്മെന്റ് എക്സാം വന്നിരിക്കുകയാണ്. ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഇങ്ങ് ഓടി വരാൻ പോവാണ്. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു വർഷമാണ്. കാരണം +2 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് വലിയ ആൾക്കാരെ, വലിയ കുട്ടികളായി അല്ലേ, വലിയ വലിയ കോഴ്സുകളൊക്കെ എടുത്തിട്ട് ഇനി സ്പെഷ്യലൈസേഷനിലേക്കൊക്കെ നിങ്ങൾ പോവാണ്. അപ്പം അതിൻ്റെ മുന്നേ ഉള്ള ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കണം. നമ്മൾ ഹാർഡ് വർക്കാണ് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത്. സോ നിങ്ങളോട് ഞാൻ പറയാൻ വരുന്നത് ക്രിസ്മസ് എക്സാമിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ക്രിസ്മസ് എക്സാം ഇങ്ങ് ഓടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്തു. എല്ലാവരും ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ തിരക്കിലാണ്. ഓക്കെ, അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം നല്ല മാർക്ക് നമ്മൾ വാങ്ങണം. കാരണം നമ്മളെ +2 ഫൈനൽ റിസൾട്ടിൽ നിങ്ങൾ ഈ വാങ്ങുന്ന അധിക മാർക്ക് പ്രതിഫലിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും ശരിക്കും ഇംപ്രൂവ്മെന്റ് എക്സാം പോലും കളിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇംപ്രൂവ്മെന്റ് എക്സാം ഒരു കളി രീതിയിൽ എടുക്കാൻ പാടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത സ്ഥിതിക്ക് നല്ല മാർക്ക് വാങ്ങാൻ നന്നായിട്ട് പഠിക്കുക. PYQs ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. അത് അതിന്റെ വഴിക്ക് നടന്നോളൂടാം. ഓക്കെ, അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന ആൾക്കാർ എക്സാമിന് ശേഷം നമ്മളെ +2 സിലബസിന്റെ ട്രാക്ക് പിടിക്കുക കേട്ടോ. അല്ലാത്ത കുട്ടികളോട് പറയാനുള്ളത്, ഓണപരീക്ഷ കഴിഞ്ഞിട്ട് പഠനത്തിൽ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് സമയമില്ല. ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ആക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ആ സമയത്ത് പഠിച്ചിട്ടുള്ളൂ. കാരണം ടീച്ചേഴ്സ് അത്ര മാത്രമേ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് അറ്റൻഡ് ചെയ്യേണ്ട, കാരണം നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ എല്ലാ സ്കൂളും ഡിസംബർ ആകുമ്പോഴേക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസംബർ എക്സാമിന് നിങ്ങൾക്ക് വലിയൊരു ബേർഡനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ക്രിസ്മസ് എക്സാമിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നത്? ക്രിസ്മസ് എക്സാമിന് അടുത്തില്ലേ, നമ്മൾ ഡിസംബർ ആവാൻ ഇനി എത്ര ദൂരമുണ്ട്? അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് മാക്സിമം ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യണം. മാക്സിമം ചാപ്റ്റേഴ്സ് എക്സാമിന് ഉണ്ടാകും. ആ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കും. കാരണം ഫൈനൽ എക്സാമിന് ആ ചാപ്റ്റേഴ്സ് ഒക്കെ വെറുതെ പൊടി തട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം വലിയ ദൂരമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാമിന് കുറേ കുട്ടികൾ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അവരൊക്കെ തിരിച്ചു വരട്ടെ. ഇനി ഈ ലീവൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങട്ടെ. ആ ചിന്തയൊന്നും വേണ്ട. ഇതുവരെ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് എത്ര ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ആ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കൃത്യമായ ഒരു ടൈം ടേബിൾ ഇടുക. അതാ എൻ്റെ ക്രിസ്മസ് എക്സാം ഡിസംബറിൽ വരുന്നു. ഓക്കെ, ആ എക്സാമിന് എനിക്ക് ഇത്രയും സബ്ജക്ട്സിൽ ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങണം. അത് വെറുതെ അല്ല. ഈ പഠനം എന്ന് പറയുന്നത് എൻ്റെ ഫൈനൽ എക്സാമിനുള്ളൊരു പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഈ ഉള്ള സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സും തറവാക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സസ് ആണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കാണുക. ഓക്കെ, ഇന്ന ചാനൽ, ഇന്ന ഓഫ്ലൈൻ ഓൺലൈൻ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ഇപ്പോഴേ ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ക്രിസ്മസ് എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ചാപ്റ്റേഴ്സ് ആണ് ചോദിക്കുക, അതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവണം. ആ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇപ്പോൾ സ്കൂളിൽ എടുത്തു കഴിഞ്ഞത്, ഏതൊക്കെ ചാപ്റ്റർ ആണ് എൻ്റെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളും ഉള്ളത്, ആ ചാപ്റ്റേഴ്സ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ നിങ്ങൾ ഇരിക്കുക. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴേക്ക് ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് ടീച്ചേഴ്സ് ഇങ്ങ് വന്നോളും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫ്ലോ കിട്ടും. ഓൾറെഡി നിങ്ങളെ കയ്യിലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റർ അന്നാന്ന് തന്നെ നിങ്ങൾ കവർ ചെയ്ത് പോവുക. അതായത് ഡിസംബർ ആകുമ്പോഴേക്ക് എടുത്ത എല്ലാ മാക്സിമം ചാപ്റ്റേഴ്സിന്റെയും നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് എക്സാം നമുക്ക് ഈസി ആയിട്ട് എഴുതാം അല്ലേ. ക്രിസ്മസ് എക്സാമിന് എന്തായാലും ഞങ്ങൾ വേദാന്തു മലയാളം ചാനൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നമ്മൾ തരുന്നതായിരിക്കും. ആൻഡ് PYQs ഇറ്റ് ഈസ് എ മസ്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണം എക്സാം മുതൽ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് പഠിക്കലെങ്കിൽ
എങ്ങനെയാണ്, അയ്യോ ഇത്രയും ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, ഇതൊക്കെ എങ്ങനെയാ തലേ കയറുക, ആ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഉള്ള സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഡിസംബർ എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പൊടിക്കാം. അതായത് നിങ്ങൾക്ക് സ്റ്റാർ ആവാം, നിങ്ങൾക്ക് തിളങ്ങാടാം, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ഇനി ലാഗ് അടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇനിയുള്ള സമയം കുറേ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാതെ, വളരെ കുറച്ച് സമയമല്ലേ എൻ്റെ മുന്നിലുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. കാരണം ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേദാന്തു മലയാളം ചാനൽ നിങ്ങളെ കൂടെയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ബിഗ് സർപ്രൈസ്, ബിഗ് പ്ലാനുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓണം എക്സാമിന് ഞങ്ങൾ എന്തൊക്കെ ക്ലാസ്സസ് തന്നോ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്നത്. സോ ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നമ്മളെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്സാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ മക്കളെ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ക്ലാസ്സസിലും നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഇനി എല്ലാ സെഷൻസിലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനിപ്പോൾ ഇവിടെ പറയുന്നു. ടിൽ ദെൻ ടാറ്റാ.